തിരിച്ചു പോവാ. ശരി. അഭി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? ആ, നിന്റെ അച്ഛന് നിന്നെ വലിയ കാര്യമാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിന്റെ അടുത്ത്. എന്നോട് പറഞ്ഞതല്ല, അനുരാധയോട് പറഞ്ഞതാ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് പറയാം. ദയവേത് അതും നശിപ്പിക്കരുത്, പ്ലീസ്. ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. നിന്നെ വിളിച്ചായിരുന്നോ? എനിക്കാകെ പേടിയാവുന്ന അബി, നീ ഒന്ന് വിളിച്ചു നോക്കി. അച്ഛൻ വന്നോളൂ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എത്ര നേരമായിട്ട് ഞാൻ നോക്കിക്കണമെന്ന് അറിയാമോ? മൊബൈലിലെ നിരയിലുള്ളത് ഒന്ന് വിളിച്ചേ. അമ്മ വെറുതെ ടെൻഷൻ അടിക്കില്ലേ? അച്ഛൻ ഇങ്ങോട്ട് വരാതെ രാത്രി എവിടെ പോകാന്? എന്റെ ടെൻഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് ലീവാണെന്ന് അച്ഛൻ പറഞ്ഞേ. എവിടെ പോയെന്ന് ആർക്കറിയാം. വിളിച്ചോട്ട് എടുക്കുകയില്ല. വെറുതെ തീ തീറ്റിക്കാൻ വേണ്ടിയിട്ട്. ജെയിംസേട്ടൻ നമ്പറില്ല നിന്റെ കയ്യില്? ഒന്ന് വിളിച്ചേ അബി, ഒന്ന് വിളിക്കടാ. ദാ വന്നു. എന്താ രഘുട്ടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? എന്ത് പറ്റി? ഫ്രണ്ട്സും കൂടെ ചുമ്മാ കളിപ്പിച്ച. അപ്പൊ കണ്ടില്ലേ, ഒന്നും നമ്മൾ വിചാരിച്ചു പറ്റുള്ളൂ. വെറുതെ അവരൊരു കോമാളി. സാരല്ല, പോയി കുളിച്ചിട്ടോ. ഞാൻ ഭക്ഷണം എടുത്തേക്കാം. തന്നിരിക്കേ. ഒന്നാലോചിച്ച ചില കാര്യങ്ങളൊക്കെ നടന്നത് നല്ലതിന് വേണ്ടിയല്ലേ? പോയി കുളിച്ചിട്ടോ. ഹലോ അബി. ഹലോ എലി. ഹലോ ഹലോ ഹലോ. ഫക്രു, ആ നീ എവിടെയായിരുന്നു? കിച്ചുവാ. എടാ എനിക്ക് ലഡു കഴിക്കി. ഉമ്മ പിന്നെയും വിശേഷമായി. പാപ്പാനെ വീട്ടിലോട്ട് വിട്ടുവിട്ട് നമുക്ക് പണിയായി. ഇപ്പൊ വീട്ടിലോട്ടൊരു പുതിയ ആൾ കൂടി വന്നിട്ട്. എടാ എനിക്ക് അവളെ ഒന്ന് കാണണം. ആരെ? എലീന. അവളുടെ കല്യാണമല്ലേ? എനിക്കൊന്ന് സോറി പറയണോടാ, എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നീ പഴയ പോലെ ഊരിക്കഴിഞ്ഞതെല്ലാം പിന്നെ ഇടാൻ നോക്കിക്കൊണ്ടിരിക്കണോ? എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് സംസാരിക്കണം. എടാ ഒരു മധുര ഉടായിപ്പോ പണി. എനിക്ക് എത്ര കല്യാണം ഉണ്ടാ പെണ്ണിന്റെ? എടാ ഞാനല്ലേ, എനിക്ക് സംസാരിക്കണ്ടേ? എന്നാ വിളിയവനെ, കെട്ടമോളനെ വിളി. ആ സോണിനെ വിളിയടാ. You are the most beautiful girl I have ever seen in my entire life. I love you, Ellie. കളഞ്ഞു ഉള്ളിന്ന് പറയുന്നു. റൊമാൻറ്റിക് ആയിട്ട് പറ. വയറൊട്ടിച്ചു പിടിക്കാൻ. അല്ല ചേട്ടാ, അത് ഡാൻസ് കളിക്കുമ്പോൾ വയറ് മാറില്ലേ? അതൊക്കെ ശരിയായിക്കോളും മാസ്റ്റർ.
അബി, ഹലോ ഹലോ സോണി. മച്ചാനെ നീ എവിടെയാണ്? ഡാ നീ ഇങ്ങോട്ട് വാ. നീ ഇല്ലാതൊരു എൻജോയ്മെന്റ് ഇല്ലടാ. ഡാ മറക്കരുത്, നാളെ വൈറ്റ് ഷർട്ടും നീല ജീൻസും. ശരി മച്ചാനെ, വെക്കുന്നേ. ബൈ. ചെറിയ ബിസിയാണ്. ഓക്കെ. ഇനി ഒന്നും നോക്കാനല്ല, നീ വാ. അഴിക്കട്ടെ. ഡോക്കിലി ലഡു വേണോ? ഇതല്ല, മറ്റേ ആ സ്പാൻഡർ തന്നെ അങ്ങോട്ട് ഇട്ടോ. ഹലോ അഭിലാഷ്, വന്നേ വാ. പിന്നെ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് ഇരു ചെവി അറിയരുത്. ചേട്ടൻ ഒന്ന് നോക്കണേ. സോഫയ്ക്ക് ഇത് ഇഷ്ടമല്ല. അവളിത് അറിയരുത്. അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. എലി, ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ചെല്ലെന്ന്. ഡാഡി അടിപൊളിയാണ് ഡാഡി. ആ ഡാഡി ആ എടുക്ക്. ഏ? ആ എടുക്ക്. ദേ, ഇവിടെ കാരണവന്മാരൊക്കെ ഉള്ളതാ, ഒന്ന് സൂക്ഷിച്ചോണം. ഇവിടത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോ. ഞാൻ എയർപോർട്ട് വരെ പോയിട്ട് ഇതാ വരും. ഓ ഓ, ശരി. ഫസ്റ്റ് ദേ ഇവരും ബീറടിക്കാൻ വന്നാണോ? എലി ബീറാണോ? ഇവിടെ കൊറേ ഉണ്ടിട്ടാ. എലി വേണ്ടെങ്കിൽ വേണ്ട പോയിക്കോട്ടെ, എന്തിനാണ് അല്ലേ? നാണല്ലോ നിനക്ക്. കുപ്പിയും കൂപ്പിടുന്ന നടക്കുന്നു. കാമുകിയുടെ കല്യാണ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കള്ളടിക്കണം. നിന്റെ ഭാഗ്യം ഉണ്ടാ. എന്നാ ഞാൻ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരട്ടെ. അവള് വരൂ. പിന്നല്ലാതെ ഞാനല്ലേ വിളിക്കണേ. അതാണ് ചോദിച്ചത്, അവള് വരുമോന്ന്. നീ ചെല്, നീ പോയി വിളി, അവള് വരും. വിളിക്കട്ടെ. വിളി, പോയി വിളിയടാ. ഞാൻ എന്തിനാ എടാ ബീറിട്ട് ഞാൻ പറഞ്ഞോ? അതെ, ഞാനിവിടെ വെക്കാം. നീ പോയി വിളിച്ചിട്ട് ഇവിടെ ആരെങ്കിലും കണ്ടാലോ ഞാൻ നോക്കാം. നീ പോയിട്ട് വാ. എനിക്ക് വാനില്ല ഇഷ്ടം. ചോക്കോബാർ താല്പര്യമില്ലേ? ആര്? ഇങ്ങ് വാടോ. മേക്കപ്പ് 15 പവനാ. കൊള്ളാല്ലേ? പക്ഷെ കണ്ടോ അത്രയും പറയത്തില്ല. എടി, ഇതിനകത്തിരുന്ന ഡയമണ്ടിന്റെ വളയം തേടി അത് ഇട്ടില്ലേ? നീ എന്താ ഞാൻ വിളിച്ച പോടിയത്? ഓടിയില്ലല്ലോ, നടന്നോളൂല്ലോ. അന്ന് നീ എന്നെ കണ്ട പോടിയല്ലോ. അന്നും നടന്നോളൂ, സാറിന് തോന്നിയായിരിക്കും. മോഷിക്കാൻ വന്നല്ലടാ. നീ ആരടാ? എടാ ഞങ്ങൾ ഒരുമിച്ച് വന്ന്. ആണോ? പോലീസേ, രണ്ടിനെയും സ്റ്റേഷനിലേക്ക് എടുത്തേക്ക്. ഞാൻ വരാണ്ട് വിടണ്ട. എന്തിനാണ് സാർ ഞങ്ങൾ ബീറടിച്ച് നടന്നല്ലേ ഉള്ളൂ? സാർ, ബാത്റൂം. അയ്യോ പഠിച്ചോനെ, എന്നെ കൂടെ എങ്ങനെ ഇറക്കണേ? ചോദിച്ചോ. എന്നാ പിന്നെ അവന് നേരത്തെ പറയാറുന്നില്ലേ സാറിന്റെ മോനാണെന്ന്? ജി സാറിനെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. കൊണ്ടുപോട്ടെ. ശരി. ആ ശരി സാർ. സാർ അവനെയും കൂടെ. അത് CA സാർ വന്നാലേ നടക്കുള്ളൂ. മോൻ ചെല്ലി. അച്ഛാ, കള്ളു പിടിച്ച് പെമ്പിള്ളേരെ വീട്ടിൽ കയറി അലമുണ്ടാക്കുന്നടാ പട്ടി. സാർ, ഭക്ഷണം കഴിച്ചിട്ടോ വീട്ടിൽ പോയിട്ട്?